എല്ലാവർക്കും നമസ്കാരം. ആസ്ട്രോ തോട്ട്സ് ബൈ അനിത രഘുനാഥ് എന്ന എൻ്റെ വീഡിയോ ചാനലിലേക്ക് സ്വാഗതം. ഏവർക്കും സമൃദ്ധിയും ഐശ്വര്യവും പ്രദാനം ചെയ്യുവാൻ കഴിവുള്ള അക്ഷയ തൃതീയ ദിനം വരികയാണ് 2025 ഏപ്രിൽ 30. അപ്പോൾ ഈ ഒരു ദിനത്തിൻ്റെ മഹത്വത്തെ പറ്റി ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് പറയുന്നു. അതായത് ജന്മങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് മനുഷ്യജന്മമാണ്. അപ്പോൾ ഈ ഒരു ജന്മത്തിൽ സന്തോഷത്തോടെ ജീവിച്ചു തീർക്കുകയാണ് വേണ്ടത് ഒരു ജന്മം. അതിന് ചിലർ സാമ്പത്തികവും ശാരീരികവുമായ ക്ലേശങ്ങൾ മൂലം മനുഷ്യൻ സദാ അസ്വസ്ഥനായിരിക്കും. ഈ ക്ലേശങ്ങളെല്ലാം ഈശ്വരൻ്റെ നിയന്ത്രണത്തിലാണ്. അതിനാൽ തന്നെ ഇങ്ങനെയുള്ള ചില പ്രത്യേക ദിവസങ്ങളിൽ വ്രതമെടുത്ത് പ്രാർത്ഥിച്ചാൽ ക്ലേശങ്ങളുടെ കാഠിന്യം കുറയുമെന്ന് അറിയണം. സാമ്പത്തിക ക്ലേശങ്ങൾക്ക് ഏറ്റവും നല്ല പരിഹാരം അക്ഷയ തൃതീയ ദിവസം എടുക്കുന്ന വ്രതമാണ്. വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ തൃതീയയാണ് അക്ഷയ തൃതീയ. അതായത് മേടമാസത്തിലെ വെളുത്ത പക്ഷത്തിന് ശേഷം വരുന്ന മൂന്നാമത്തെ തിഥി ദിവസമാണ് അക്ഷയ തൃതീയയായിട്ട് ആഘോഷിക്കുന്നത്. സത്യയുഗം ആരംഭിച്ചത് ഈ ദിനത്തിലാണെന്നും അന്ന് ചെയ്യുന്ന പുണ്യകർമ്മങ്ങളുടെ ഫലം അക്ഷയമായിരിക്കുമെന്നും പുരാണങ്ങൾ സൂചിപ്പിക്കുന്നു. ഈ ദിവസം ചെയ്യുന്ന ഏതൊരു കർമ്മത്തിൻ്റെയും ഫലം അക്ഷയമായതിനാലാണ്, അതായത് ക്ഷയിക്കാത്തതായതിനാലാണ് ഈ തിഥിക്ക് അക്ഷയ തൃതീയ എന്ന് പേര് വന്നതത്രേ. ഈ ദിവസം അനുഷ്ഠിക്കുന്ന ഹോമം, ജപം, തപസ്, തീർത്ഥസ്നാനം, സ്വാധ്യായം, പിതൃതർപ്പണം എന്നീ കർമ്മങ്ങൾ അക്ഷയഫലപ്രദമാണ്. ഒരിക്കലും ക്ഷയിക്കാത്ത ഫലങ്ങളാണ് ലഭിക്കുക. മാത്രമല്ല ഈ ദിവസം ശേഖരിക്കുന്ന വസ്തുക്കൾക്കും ഈ ഫലം ലഭിക്കുന്നു. അതിനാലാണ് ഈ ദിവസങ്ങളിൽ സ്വർണം ഒക്കെ വാങ്ങിക്കുവാൻ ആളുകൾ തിരക്ക് കൂട്ടുന്നത്. അന്നം, വസ്ത്രം, സ്വർണം, വസ്തുവകകൾ മുതലായവ അക്ഷയ തൃതീയ ദിവസം ശേഖരിച്ചാൽ ഈ വസ്തുക്കളുടെ കുറവ് അവർക്കൊരിക്കലും ഉണ്ടാവുകയില്ല. പാണ്ഡവരുടെ വനവാസകാലത്ത് പാഞ്ചാലിക്ക് ഭക്ഷണത്തിനുള്ള ആ ഒരു ബുദ്ധിമുട്ട് പരിഹരിക്കുവാനായിട്ട് സൂര്യഭഗവാനെ പ്രാർത്ഥിച്ചപ്പോൾ സൂര്യഭഗവാൻ അക്ഷയപാത്രം നൽകി പാഞ്ചാലിയെ അനുഗ്രഹിച്ചതും ഈ ഒരു ദിവസമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. സത്യയുഗമായ കൃതയുഗം ആരംഭിക്കുന്ന വൈശാഖത്തിലെ പുണ്യദിനമായ അക്ഷയ തൃതീയ നാളിലാണ് ശ്രീ ശങ്കരൻ ലക്ഷ്മീദേവിയെ സ്തുതിച്ച് കനകധാരാ സ്തോത്രം ചൊല്ലുന്നത്. ശ്രീ ശങ്കരൻ ഉപനയനകാലത്ത് ഒരു ഇല്ലത്തെ ഭിക്ഷയ്ക്കായി ചെല്ലുകയും ഭിക്ഷുവിന് നൽകാൻ ആഗ്രഹത്തിൽ ഒന്നും ഇല്ലായിരുന്നു. അത്രയ്ക്ക് ദാരിദ്ര്യമായിരുന്നു ആ ഇല്ലത്ത്. ഭിക്ഷയ്ക്കെത്തിയ കുട്ടിയെ വെറും കൈയോടെ മടക്കി അയക്കാൻ മനസ്സ് വരാതെ അന്തർജനം അവിടെ ഇരുന്ന കുറച്ച് ഉണങ്ങിയ നെല്ലിക്ക ഭിക്ഷയായി നൽകി. അവരുടെ ദാരിദ്ര്യത്തിൽ അലിവ് തോന്നി ആ കുടുംബത്തിന് ഐശ്വര്യമുണ്ടാകാൻ വേണ്ടി ശങ്കരൻ ഒരു സ്തോത്രമുണ്ടാക്കി പ്രാർത്ഥിച്ചു. ലക്ഷ്മീദേവി ഈ പ്രാർത്ഥനയിൽ തൃപ്തയായി അതിൻ്റെ ശക്തിയിൽ സ്വർണ്ണ നെല്ലിക്കകൾ വർഷിച്ചു എന്നും ആ കുടുംബം സമ്പൽ സമൃദ്ധമായി എന്നുമാണ് ഐതിഹ്യം. ഇങ്ങനെ ഈ ശ്രീ ശങ്കരൻ ലക്ഷ്മി ദേവിയെ പ്രകീർത്തിച്ച് ചൊല്ലിയ സ്തോത്രമാണ് കനകധാരാസ്തവം. ഈ ഒരു സ്തോത്രത്തിൻ്റെ ഒരു മഹത്വം ഏവർക്കും ബോധ്യമുള്ളതാണല്ലോ. ഇങ്ങനെ ഈ ഒരു ദിവസം അന്തർജനം ദാനം ചെയ്തപ്പോൾ ഉണ്ടായ ഇല്ലത്തിൻ്റെ സമ്പൽ സമൃദ്ധി ഈ ദിവസത്തെ ദാനമാഹാത്മ്യത്തിൻ്റെ ആ ഒരു വിശേഷത നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഈ ദിവസം ഉപവസിച്ച് വിഷ്ണു ഭഗവാൻ അന്നം നിവേദിച്ച് അഗ്നിയെ പ്രീതിപ്പെടുത്തിയ ശേഷം ദാനം നടത്തിയാൽ സർവ്വപാപങ്ങളും നശിക്കും എന്നാണ് വിഷ്ണു ധർമ്മസൂത്രത്തിലും ഭവിഷ്യോത്തരത്തിലും പറയുന്നത്. ജ്യോതിഷപരമായി നമ്മൾ ഈ ഒരു ദിനത്തെ നോക്കിക്കാണുമ്പോൾ പിതൃകാരകനായ ആദിത്യൻ തൻ്റെ ഉച്ചരാശിയായ മേടത്തിലും മാതൃകാരകനായ ചന്ദ്രൻ തൻ്റെ ഉച്ചരാശിയായ ഇടവത്തിലും സ്ഥിതി ചെയ്യുന്ന ഒരു തൃതീയ ദിനമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ദിനം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന, അവൻ്റെ സ്വഭാവ രൂപീകരണത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഈ മാതാപിതാക്കളുടെ അനുഗ്രഹം നേടുകയാണെങ്കിൽ അത് അവൻ്റെ ഒരു ശ്രേയസ്സിന് എന്തുകൊണ്ടും ഉപകരിക്കും. എന്തെന്നാൽ ഈ കുട്ടികളില്ലാത്ത ദമ്പതിമാർക്കൊക്കെ ഇങ്ങനെ മാതാപിതാക്കളുടെ അനുഗ്രഹത്തോടു കൂടി ഈ ഒരു ദിനം വിഷ്ണുവിനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ സത്സന്താനം ഉണ്ടാകും എന്നുള്ളതിന് സംശയമൊന്നുമില്ലതാനും. ക്ഷേത്രായുഗം ആരംഭിച്ച ദിവസമാണ് അക്ഷയ തൃതീയയായിട്ട് ആഘോഷിക്കുന്നത്. യുഗാദി തിഥികളിൽ നടത്തുന്ന ശ്രാദ്ധം പിതൃകൾക്ക് പ്രത്യേകം പ്രീതികരമായതിനാൽ ഈ ദിനം പിതൃകർമ്മങ്ങൾക്ക് ഉത്തമമാണ്. പിതൃദോഷമുള്ളവർ ഈ ദിവസം കലശം, വിശറി, കുട്ടകം, കുട, മലർപ്പൊടി, വെള്ളരിക്ക, തണ്ണിമത്തൻ, ശർക്കര എന്നീ വസ്തുക്കൾ സാധുക്കൾക്ക് ദാനം ചെയ്താൽ പിതൃദോഷം ശമിക്കുമത്രേ.
പിതൃശ്രാദ്ധം നടത്തി പിതൃപ്രീതി നേടാൻ ഏറ്റവും പറ്റിയ ദിവസങ്ങളിലൊന്നാണ് ഈ അക്ഷയ തൃതീയ. ഈ ദിവസം ഗംഗയിൽ സ്നാനം ചെയ്താൽ ഏറ്റവും പുണ്യമാണെന്നാണ് പുരാണങ്ങളിൽ പറയുന്നത്. നാരദീയ പുരാണത്തിലും മത്സ്യപുരാണത്തിലും ഒക്കെ ഇതേപ്പറ്റി കൂടുതൽ പരാമർശിച്ചിരിക്കുന്നു. 4 ശ്രേഷ്ഠധാമങ്ങളിൽ വെച്ച് പ്രധാനം ബദരീധാമ കവാടമാണ്. ബദരീധാമ കവാടം തുറക്കുന്നത് അക്ഷയതൃതീയ ദിവസമത്രേ. ഈ ദിവസം പരശുരാമൻ്റെ ജന്മദിനം കൂടിയായതിനാൽ ശ്രേഷ്ഠത വീണ്ടും വർദ്ധിക്കുന്നു. ദേവന്മാരെ സേവിക്കാൻ ഏറ്റവും നല്ല ദിനങ്ങളിലൊന്നാണ് അക്ഷയതൃതീയ. ശിവാരാധന, കൈലാസ ദർശനം, ഗംഗാസ്നാനം, വിഷ്ണുവിന് മഹാഹോമം എന്നീ പുണ്യപ്രവൃത്തികളിൽ ഏതെങ്കിലും ഒന്ന് ഈ ദിവസം അനുഷ്ഠിക്കണം എന്നതാണ് നിയമം. ബ്രഹ്മാണ്ഡ പുരാണത്തിലും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ശത്രുക്കളുടെ മനസ്സിലെ ശത്രുത നശിക്കണമെന്ന് സങ്കല്പിച്ച ഈ ദിവസം എന്ത് പ്രവൃത്തി ചെയ്താലും അത് ഫലിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ലാതാലും. സകല സൗഭാഗ്യങ്ങളും നൽകുന്ന ദിവസമാണ് അക്ഷയതൃതീയ. കുടുംബസമൃദ്ധിക്ക് സ്ത്രീകൾ അന്ന് വ്രതാനുഷ്ഠാനങ്ങളോടെ മഹാലക്ഷ്മിയെ പൂജിക്കണം. പിതൃക്കളുടെയും പുണ്യാത്മാക്കളുടെയും അനുഗ്രഹം നേടുന്നതിനും ഈ വ്രതം സഹായിക്കുന്നു. വിവാഹ സംബന്ധമായ എല്ലാ ദോഷങ്ങളും ഈ വ്രതത്തിലൂടെ പരിഹരിക്കപ്പെടുന്നുമുണ്ട്. ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് സ്നാനാദികൾക്ക് ശേഷം ശുഭ്രവസ്ത്രം ധരിക്കുക. 5 തിരിയിട്ട നെയ്വിളക്കോ ലക്ഷ്മി വിളക്കോ മഹാലക്ഷ്മിയുടെ ചിത്രത്തിന് മുന്നിൽ തെളിച്ച് ലക്ഷ്മി മന്ത്രങ്ങൾ ജപിക്കണം. ഒരിക്കലെടുത്തിട്ട് രാവിലത്തെ പോലെ വൈകിട്ടും ദീപം തെളിച്ച് ജപം നടത്തുക. പുതുതായി സാധനം വാങ്ങുന്നതിന് ഏറ്റവും നല്ല ദിവസമായതിനാൽ വ്രതമുള്ള സ്ത്രീകൾ അങ്ങനെ ചെയ്യുന്നത് കൂടുതൽ ഗുണകരമാണ് താനും. വിവാഹം, ഗൃഹപ്രവേശം, വിദേശയാത്ര, പുതിയ വ്യാപാരം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ മുഹൂർത്തം നോക്കാതെ ചെയ്യാൻ പറ്റുന്നതും ഈ അക്ഷയതൃതീയ ദിവസം എന്നൊരു വിശ്വാസമുണ്ട്. അക്ഷയതൃതീയ ദിവസത്തിൻ്റെ മഹത്വം അറിഞ്ഞിട്ടും വ്രതമെടുക്കാത്തവർ ഭാഗ്യമില്ലാത്തവരാണെന്ന് ബൃഹത് രസസിദ്ധാന്തത്തിൽ പറയുന്നു. ഭാവിയെ ലക്ഷ്യമാക്കി ഏത് പ്രവൃത്തിയും ആരംഭിക്കുന്നതിന് ശുഭപ്രദമാണ് ഈ ദിവസം. അഷ്ടലക്ഷ്മിമാരെയും മഹാലക്ഷ്മിയെയും പൂജിക്കുന്ന ഗൃഹലക്ഷ്മിക്ക്, അതായത് വീട്ടമ്മയ്ക്ക് ദേവി സൗഭാഗ്യം നിർലോഭം കൊടുക്കുമത്രേ. അഷ്ടലക്ഷ്മി സ്തോത്രം, മഹാലക്ഷ്മി സ്തവം, കനകതാരാസ്തവം തുടങ്ങിയവ ദേവീ സ്തോത്രങ്ങൾ അന്ന് എത്ര പ്രാവശ്യം ജപിക്കുന്നു അത്രയും ഐശ്വര്യമാണ്. മഹാലക്ഷ്മി ബീജമന്ത്രമായ മന്ത്രങ്ങളും ഒക്കെ അന്ന് ജപിക്കുന്നത് വളരെ നല്ലതാണ്. കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് ജപിക്കുന്നത് കുടുംബ ഭദ്രതയ്ക്കും, ഭാര്യാഭർത്താക്കന്മാർ ഒന്നിച്ചിരുന്ന് ജപിക്കുന്നത് ദാമ്പത്യ സൗഖ്യത്തിനും, കുട്ടികൾ ജപിക്കുന്നത് ഐശ്വര്യമാർന്ന ഭാവിക്കും വിദ്യാവിജയത്തിനും ഉത്തമമാണ്. ലക്ഷ്മി മന്ത്രമൊക്കെ എല്ലാ ദിവസവും ജപിക്കുന്നയാളിന് കീർത്തി, ധനം, കാന്തി, രാജ്യലാഭം മുതലായ ഫലങ്ങൾ ലഭിക്കുന്നതുമാണ്. മുമ്പ് ബ്രാഹ്മണഗൃഹങ്ങളിൽ അന്തർജനങ്ങൾ കുട, വടി, ചെരുപ്പ്, വിഷറി, പണം തുടങ്ങിയവ ദാനം ചെയ്തിട്ടേ ഈ ദിവസം ജലപാനം പോലും ചെയ്യുകയുള്ളായിരുന്നു എന്ന സർവ്വവിജ്ഞാനകോശത്തിൽ അക്ഷയ തൃതീയയെക്കുറിച്ച് ഇങ്ങനെ കാണുന്നു. വർഷത്തിലെ ഏറ്റവും ആദരണീയങ്ങളായ തിഥികളിൽ അക്ഷയ തൃതീയ ഉൾപ്പെടുന്നു. ദേവന്മാർക്ക് പോലും ഇത് വന്ദനീയമാണെന്ന് പ്രകീർത്തിക്കപ്പെട്ടിരിക്കുന്നു. അന്ന് യവം കൊണ്ട് ഹോമം നടത്തുകയും വിഷ്ണുവിനെ അർച്ചിക്കുകയും ദ്വിജാതികൾക്ക് യവം ദാനം ചെയ്യുകയും ശിവൻ, ഭഗീരഥൻ മുതലായവരെയും ഗംഗ, കൈലാസം എന്നിവരെയും പൂജിക്കുകയും ചെയ്യണമെന്ന് ബ്രഹ്മപുരാണത്തിൽ പ്രസ്താവിച്ചിട്ടുമുണ്ട്. പരശുരാമൻ ജനിച്ചത് അക്ഷയതൃതീയയിലാകയാൽ ആ ദിവസം പരശുരാമ രൂപമുണ്ടാക്കി പൂജിക്കുന്ന സമ്പ്രദായം ഭാരതത്തിലെങ്ങുമുണ്ട്. അക്ഷയതൃതീയയ്ക്ക് എല്ലാ ക്ഷേത്രങ്ങളിലും തന്നെ വിശേഷാൽ പൂജകൾ നടത്താറുണ്ട്. അക്ഷയ എന്ന വിശേഷണം ചില പ്രത്യേക വിശ്വാസങ്ങളെ ആധാരമാക്കി ചതുർത്ഥി, സപ്തമി, അമാവാസി തുടങ്ങിയ തിഥികളോട് ചേർത്തും പ്രയോഗിക്കാറുണ്ട്. ചൊവ്വാഴ്ചയും ശുക്ല ചതുർത്ഥിയും കൂടിയത് അക്ഷയ ചതുർത്ഥിയും ഞായറാഴ്ചയും കറുത്തവാവും ചേർന്നത് അക്ഷയ അമാവാസിയുമായി കരുതിപ്പോരുന്നു. ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന പുണ്യകർമ്മങ്ങളുടെ ഫലം ക്ഷയമില്ലാത്തതാണെന്ന സങ്കല്പമാണ് ഈ സംജ്ഞകൾക്ക് ആസ്പദം. ഇങ്ങനെ അക്ഷയ തൃതീയ ദിനം പ്രയോജനപ്പെടുത്തുവാൻ ഏവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏവർക്കും എൻ്റെ അക്ഷയ തൃതീയ ദിന ആശംസകൾ. വീഡിയോ ഏവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. നന്ദി, നമസ്കാരം.